ഈരാറ്റുപേട്ട ആനിയിളപ്പിൽ തീക്കോയി പഞ്ചായത്തിലെ വെട്ടിപ്പറമ്പിൽ കഴിഞ്ഞ 18 വർഷമായി പ്രവർത്തിച്ചുവരുന്ന ക്രസന്റ് സ്പെഷ്യൽ സ്കൂൾ സംഘടിപ്പിച്ച മൈൽസ്റ്റോൺ 2K26 വേറിട്ട അനുഭവമായി. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വെൽക്കം ഡാൻസോടെ ആരംഭിച്ച പരിപാടി പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചതും പിന്നീട് വന്ന സർക്കാർ മാറ്റിവയ്ക്കുകയും ചെയ്ത സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാനുള്ള തീരുമാനം തടസ്സം നീക്കി ക്രസന്റ് സ്പെഷ്യൽ സ്കൂളിന് എയ്ഡഡ് പദവി നൽകാൻ ശ്രമിക്കുമെന്ന് MLA പറഞ്ഞു. ക്രസന്റ് സ്കൂൾ പാട്രൺ KM ജാഫർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ചെയർമാൻ മുഹമ്മദ് നദീർ മൗലവി ആമുഖപ്രഭാഷണം നിർവഹിച്ചു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ പദ്ധതി പ്രഖ്യാപനത്തോടെ മുഖ്യപ്രഭാഷണം നടത്തി. അജ്മി ഗ്രൂപ്പ് ചെയർമാൻ KK അബ്ദുൽ ഖാദർ, തീക്കോയി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയറാണി തോമസ് കുട്ടി, കരുണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ NAM ഹാറൂൻ, ക്രസന്റ് സ്കൂൾ സെക്രട്ടറി KM നസീബ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഈരാറ്റുപേട്ട നഗരസഭാ കൗൺസിലർ അൻവർ അലിയാർ, തീക്കോയി ഗ്രാമപഞ്ചായത്ത് അംഗം പരിക്കുച്ച് എന്നിവർ സംബന്ധിച്ചു. രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച ബോധവത്കരണ ക്ലാസിന് ഡോക്ടർ അർഷദ് ഫലാഹി നേതൃത്വം നൽകി. സ്കൂളിന്റെ 18 വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഡോക്യുമെന്ററി ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം അജ്മി ഗ്രൂപ്പ് ചെയർമാൻ KK അബ്ദുൽ ഖാദർ നിർവഹിച്ചു. സ്കൂളിലെ അധ്യാപകരുൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഈരാറ്റുപേട്ടയിലെ യുവ വ്യവസായികൾ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജാസിം സ്വാഗതവും PPM നൌഷാദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പരിമിതികൾ മറികടന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ സദസ്യരുടെ ഹൃദയം കവർന്നു. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ മൈൽസ്റ്റോൺ 2026. നമുക്കറിയാം, വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വിജയകരമായി തന്നെ നടക്കുന്നു എന്നത് ഇവിടെ വരുന്ന ഓരോ കുട്ടിയുടെയും മാതാപിതാക്കൾക്ക് വളരെ വ്യക്തമാകുന്ന കാര്യവുമാണ്. അതിനും അപ്പുറം മഹത്തരമായ കാര്യമാണ് ഈ സാധാരണ ഭിന്നശേഷിയുള്ള ഈ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ സമൂഹത്തിൽ ഓടി നടക്കാനും ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അർഹതയുള്ള ആളുകൾ, പക്ഷേ അവർക്ക് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തിയില്ലായ്മ, അതിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ക്രസന്റ് സ്കൂളിൻ്റെ ഈ സ്പെഷ്യൽ സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും നിയമാനുസൃതം നമുക്ക് ചെയ്തെടുക്കാവുന്ന, പ്രത്യേകിച്ചും ഈ പാലിയേറ്റീവ് പോലുള്ള കെയർ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗവൺമെൻറ്റുകൾക്ക് മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. ഞാനിത് എൻ്റെ മനസ്സിൽ കരുണ എന്ന് പെട്ടെന്ന് വന്ന ക്രസൻ്റ് ആണെന്ന് അറിയാമെങ്കിലും കരുണയും ഇതുപോലെ മറ്റൊരു സെക്ടറിലാണ് അവർ വർക്ക് ചെയ്യുന്നെങ്കിലും അവരുടെയും ഇതുപോലെ വളരെ അഭിനന്ദിക്കാവുന്ന പ്രവൃത്തികളാണ് അവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ഒരു പ്രശ്നം, നമുക്ക് സന്നദ്ധ സംഘടനകളുടെ അല്ലെങ്കിൽ അജ്മിയിലെ നമ്മുടെ പ്രിയങ്കരനെ അബ്ദുൽ ഖാദർ കാക്കയുടെ പോലെയുള്ളവരുടെ സഹായം വിവിധങ്ങളായി ഏജൻസികൾ, നമ്മുടെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ പനിയായതുകൊണ്ട് വരാത്തതാണ്, അങ്ങനെയുള്ളവരുടെ വലിയ സഹായം ഈ മേഖലയിലുണ്ട്. തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ച് നിയമാനുസൃതം എന്തൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാമോ അത്ര സാഹചര്യം ഒരു MLA എന്നുള്ള നിലയ്ക്ക് നിയമപരമായ എല്ലാ സഹായങ്ങളിലൂടെയും നമ്മൾ പ്രവർത്തിച്ചിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കാം. രംഗത്ത് വരികയാണ്. ക്രസന്റ് സ്പെഷ്യൽ സ്കൂള് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ കേരളത്തിൽ 250 സ്കൂളുകളിൽ 40 സ്കൂളുകൾ എയ്ഡഡാക്കി. അതിൽ നമ്പർ 1 ക്രസന്റ് സ്പെഷ്യൽ സ്കൂൾ ഈരാറ്റുപേട്ടയാണ്.
എയ്ഡഡ് ആക്കുക മാത്രമല്ല അതിൻ്റെ ജിയോയും കഴിഞ്ഞു, ഗവൺമെൻറ് ഓർഡറും വന്നു. ഞങ്ങൾക്കും വിളിച്ചു പറഞ്ഞു, അന്നത്തെ MLAയും പറഞ്ഞു, എല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ പിണറായി സർക്കാർ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്തുള്ള 2000 ഫയൽ മാറ്റി. എന്ന് പറഞ്ഞാൽ അവസാനം തീരുമാനമെടുത്തൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റി. അതിൽ ഈ പാവപ്പെട്ട വയ്യാത്ത കുട്ടികളുടെ സ്കൂളുകളും പെട്ടുപോയി. അങ്ങനെ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോഴും നമ്മുടെ MLA സജിയായി വന്നപ്പോഴൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. സതീശൻ നേരത്തെ തന്നെ പറഞ്ഞു, സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡ് ആക്കുന്ന കാര്യം മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമെന്ന്. അപ്പോൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമ്പോൾ ഒന്നാമത്തെ സ്കൂളായിരുന്നത് പത്രത്തിലൊക്കെ വന്നതാണ്, ക്രസന്റ് സ്കൂൾ എയ്ഡഡ് ആവുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLA മുൻകൈ എടുത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിയമസഭയിലൊക്കെ വിഷയം വന്നാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. കൈ എത്തിപ്പിടിച്ചിട്ട് ജിയോ കഴിഞ്ഞൊരു കാര്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. ഗവൺമെൻറ് ഓർഡർ കഴിഞ്ഞു, അപ്പോൾ ജിയോയും കഴിഞ്ഞ് നഷ്ടപ്പെട്ടാണ് ഈ സ്കൂളിൻ്റെ എയ്ഡഡ്. കാരണം മുതിർന്നവരൊക്കെ പറഞ്ഞ കാര്യം അത്ര അതിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് വരെ നിയമാനുസൃതം എത്തിയതാണെങ്കിൽ നമുക്ക് 100% അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ പൂഞ്ഞാർ MLA എന്നുള്ള നിലയ്ക്ക് ഈ ക്രസന്റ് സ്കൂളിന് വേണ്ടി ഉണ്ടായിരിക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് അധ്യാപകർക്ക് സർക്കാർ സാലറിയോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ തീർച്ചയായും നമുക്ക് മറ്റ് വരുന്ന ഫണ്ടുകൾ കുട്ടികളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും കരുണാർദ്ദമായ കൈകൾ UDF ഗവൺമെൻറ്റിന് ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തെ സൂചിപ്പിക്കുന്നു. ത്തിൻ്റെ ഭാവി പദ്ധതിയെ പറ്റി പറയാനല്ല ഞാനിവിടെ എഴുന്നേറ്റത്, മറിച്ച് ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ പറ്റി പറയാനാണ്. ഞങ്ങൾക്ക് ഒരു കാലത്ത് ഈ ക്രസന്റ് തുടങ്ങുമ്പോൾ കുറച്ച് ഏതാനും മക്കളും കുറച്ച് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ഇന്ന് വിശാലമായി ഏരിയയിൽ ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ എണ്ണം പറയാവുന്ന ഒരു സ്ഥാപനമായി മാറി നിൽക്കുമ്പോഴും നമുക്കൊരുപാട് പരാധീനതകളുണ്ട്, പരിമിതികളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും പുതിയ 2 പദ്ധതികൾ നമ്മളിവിടെ കണ്ടു. ഏബിൾ വേൾഡ് എന്ന് പറഞ്ഞ പദ്ധതി. ഏബിൾ വേൾഡ് ഒരു സ്റ്റുഡിയോ ആണ്. ആ സ്റ്റുഡിയോയിൽ ആ മക്കൾ കയറിയാൽ റിയൽ ലൈഫിൽ അവരെങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം, അവരുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ കാലശേഷം എങ്ങനെ ഇവർ മുമ്പോട്ട് പോകും, അവരെങ്ങനെയാണ് ട്രാഫിക് കൈകാര്യം ചെയ്യേണ്ടത്, റോഡിലൂടെ എങ്ങനെ നടക്കണം, എവിടെയാണ് സീബ്ര ലൈൻ, അവിടെ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഷോപ്പിൽ പോയാൽ ഹൗ ടു പർച്ചേസ്, എങ്ങനെ പർച്ചേസ് ചെയ്യാം, ഇവരെങ്ങനെയാണ് ഒരു കാലത്തിന് ശേഷം വീട്ടിൽ തൻ്റെ വിരിപ്പ് മടക്കാനും വിരിക്കാനും പഠിക്കുന്നത്, ഇവരെ എങ്ങനെയാണ് കിച്ചൺ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത്, ഇവരെ എപ്രകാരമാണ് ടോയ്ലറ്റിംഗ് പഠിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന നീഡ് എന്താണ്? ബാത്റൂമിൽ പോയി തിരിച്ച് കയറാൻ കഴിയണ്ടേ? ഈ മക്കൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹം മറന്നുപോയ മക്കളുടെ വിഷയങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ സുഖങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ കൺസേണേ അല്ല ഈ മക്കൾ, നമ്മുടെ വിചാരങ്ങളിലില്ല. ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഹൃദയം നിറഞ്ഞ് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കേ ഈ മക്കളുടെ വിഷയത്തിൽ ആവലാതിയും വേവലാതിയും ഉള്ളൂ. ബാക്കി ആർക്കും ഈ സമൂഹത്തിൽ ഇവരെ ജീവിതത്തെ പറ്റി ഒരു തേങ്ങലും ഒന്നുമില്ല. എല്ലാവരും അവരുടെ സുഖാഡംബരങ്ങൾ ജീവിക്കുമ്പോൾ 2008 ഈ സ്ഥാപനത്തിന്റെ സേവനയാത്രയിൽ അഭിയന്തരായ നമ്മുടെ ഉസ്താദവറുകൾ ഇങ്ങനൊരു പ്രസ്ഥാനവുമായി നാട്ടിലേക്ക് വന്നപ്പോൾ പല ആളുകളും സംശയബുദ്ധിയിൽ ചോദിച്ചു, ഇതെന്താണിത്, ഇങ്ങനെയുള്ള മക്കൾ നാട്ടിലുണ്ടോ, ഇങ്ങനെയുള്ള ആളുകളുണ്ടോ, അവർക്കൊക്കെ സ്ഥാപനം ആവശ്യമുണ്ടോ, അവരൊക്കെ സാധാരണ നോർമൽ വിദ്യാഭ്യാസത്തിന് കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മക്കൾ ബസ്സിൽ കയറി പുതിയ യൂണിഫോം ഇട്ട് ബാഗ് തൂക്കി സ്കൂൾ ബസ്സിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഈ മക്കൾ ജനൽ പടികളിൽ നിന്ന് ജനാലകളിൽ നിന്ന് വളരെ വ്യതയോടുകൂടി ഇവർക്ക് ആഗ്രഹങ്ങളുണ്ട്, ഇവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുണ്ട്, ഇവരിങ്ങനെ നോക്കി നിന്ന കാലമുണ്ട്. പക്ഷേ അവിടെ നിന്നാണ് 2008 ഒരു ഉദയം പോലെ, ഒരു നിലാവ് പോലെ ക്രസന്റ് ഒരുപാട് വീടുകൾക്ക് തണലായി, ഒരു നിലാവായി, ഒരു പ്രകാശമായി, അവിടെ പ്രതീക്ഷകൾക്ക് പുതിയ നാമ്പ് നകരുന്ന ഒരു പ്രസ്ഥാനമായി മാറിയത്. അതിനാണ് ഏബിൾ വേൾഡ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ വൊക്കേഷണൽ ഏരിയ കണ്ടു. നമുക്ക് വേണ്ടത്, അത്യാവശ്യമായി വേണ്ടത് കിഡ്സ് പാർക്ക് വേണം. കിഡ്സ് പാർക്ക് എന്തിനാ? സ്പെഷ്യൽ സ്കൂളിന് എന്തിന് കിഡ്സ് പാർക്ക്? എന്താ ആവശ്യം? പലർക്കും ചോദിക്കാം. കളി അവരുടെ അവകാശമാണ്. നമ്മുടെ നീട് പോലെ നമുക്ക് ആരാധനയ്ക്ക് പള്ളികൾ വേണം. കളി ബാല്യങ്ങളുടെ കുട്ടികളുടെ അവകാശമാണ്. അതാരായി സമൂഹം കേൾക്കാൻ?
ഈ മക്കൾക്ക് ആരാണ് കളിക്കളം കൊടുക്കാൻ? ഏകദേശം 1,60,000 രൂപ അടക്കം വേണം. അതാരാണ് ചെയ്തു തരാൻ? ഇത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വെക്കാൻ ഒരു കിഡ്സ് പാർക്ക് വേണം. അവിടെ ചെയ്തു വരുമ്പോൾ അത് കണ്ട എഞ്ചിനീയർ പറഞ്ഞത് ഈ ഫ്ലോറിംഗ് ഒന്ന് ചെയ്യണം, ഇന്റർലോക്ക് ഇടണം. 3,800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ആ പദ്ധതിക്ക് ഏകദേശം 2 ലക്ഷം രൂപ അടക്കം വരും. എല്ലാം കൂടിയ വലിയ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ഒന്നുമല്ല, ഈ കോടികളുടെ പദ്ധതികളുള്ള ടോട്ടൽ എല്ലാം കൂടെ ചെയ്ത് ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴുള്ള നിലവിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ചെലവഴിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 6,84,000 രൂപ വരുന്നുള്ളൂ. നമ്മുടെയൊക്കെ വീടിന്റെ ഒരു റൂം പിടിക്കുന്ന കാശ് വരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്നമാ യൻസുറു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിനെ അള്ളാഹു സഹായിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ അള്ളാഹു സഹായിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് ആരും വിചാരിക്കേണ്ട. നമുക്ക് സാമ്പത്തികമുണ്ട്, നമുക്ക് എല്ലാ നിലയിലുമുള്ള വളർച്ചകളുമുണ്ട്, വണ്ടിയുണ്ട്, ഇതെല്ലാം എനിക്ക് കിട്ടിയത് നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് ആരും വിചാരിക്കേണ്ട. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഇത് ബി ലൈഫിഹ, ഈ സമൂഹത്തിലെ ദുർബലരെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയത്. വബി ദഅവതിഹിം, അവരുടെ പ്രാർത്ഥന കൊണ്ട്, വബി ഇഖ്ലാസിഹിം, അവരുടെ നിഷ്കളങ്കത കൊണ്ട്, അവരുള്ളതുകൊണ്ടാണ് ഈ ലോകം തന്നെ. ഇത്തരം മക്കളെ ഈ സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കരങ്ങളിൽ നിൽക്കുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങളുടെ പങ്കിലമായ ജീവിതം എടുത്ത് ചേർത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ എന്നേ ഈ ലോകം നശിച്ചു പോകേണ്ടതാണ്. ഇത്ര നിഷ്കളങ്കരായ മക്കൾ ഇവിടെ എത്രയോ മക്കൾ, അവർക്കെല്ലാം വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. ആരും കഴിവില്ല എന്ന വാക്ക് ഡിക്ഷണറിയിൽ ഇല്ല എന്ന് മനസ്സിലാകുന്നത് നമ്മുടെ വൊക്കേഷണൽ ഏരിയയിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. അവരുടെ കുട്ടികളുടെ ചിത്രങ്ങൾ കാണണം, അവരുണ്ടാക്കിയിരിക്കുന്ന വിവിധങ്ങളായ വസ്തുക്കളെ കാണണം. അതെല്ലാം കണ്ടാൽ ഈ ഓസ്ട്രേലിയയിലെ ഏറ്റവും മോട്ടിവേഷണലായ ഒരു പ്രചോദിത പ്രഭാഷകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിക്ക് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അൺസ്റ്റോപ്പബിൾ. അദ്ദേഹത്തിന് 2 കൈകളില്ല, 2 കാലുമില്ല. പക്ഷേ ലോക ഫേമസ് ആയ അൺസ്റ്റോപ്പബിൾ എന്ന പുസ്തകം അദ്ദേഹം രചിച്ചത്, അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 2 കൈയില്ല, 2 കാലില്ല, ഒരു ഇഷ്ടിക അതിന് ഒരു തല വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് പേജിൽ, കവർ പേജിൽ അദ്ദേഹത്തിന്റെ ചിത്രം തന്നെയാണ്. അൺസ്റ്റോപ്പബിൾ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ തുടക്കം എന്നെ എല്ലാവരും കളിയാക്കി. എൻ്റെ വൈകല്യങ്ങളെ, എൻ്റെ ഭിന്നശേഷിയെ, എൻ്റെ ബുദ്ധിമുട്ടുകളെ, ആൻഡ്രൂ എന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു, നിരന്തരം അവൻ എന്നെ കളിയാക്കും. അപ്പോൾ ഈ വിഷമം വന്ന അവസാനം എൻ്റെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം, ഞാൻ തന്നെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചിന്ത മാറ്റുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്തതെന്നറിയോ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന വ്യത ഞാൻ മാറ്റിയെടുത്തു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? ഇത്ര യുണീക്കായി. സാധാരണ 1000 പേരിൽ ഒരാളെ ഇങ്ങനെയുള്ളൂ, 1000 പേരെ പോലെ എന്നെ ആക്കിയില്ല, ഞാൻ മാത്രം യുണീക്ക്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ എന്നിൽ എന്തെങ്കിലുമൊക്കെ ദൈവം നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ മക്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയ വഴി ആ രംഗത്തേക്ക് ഇറക്കാൻ കഴിയുന്ന മക്കളുണ്ട്. ജിയോ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അത് സാറ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത്, അവനെല്ലാം ബ്രില്യൻ്റ് ആണ്, അവനൊക്കെ ഒരുപാട് കഴിവുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായി നിന്ന് തുടങ്ങിയപ്പോൾ മനസ്സിലായത്, ആ മകൻ ഇംഗ്ലീഷ് പറയുന്ന പോലെ ഒരാളും പറയില്ല, അത്ര ബ്രില്യൻ്റായി പറയും. ഇവിടെ എത്ര മക്കളുണ്ട്, എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. കഴിവുകളില്ല എന്ന് പറഞ്ഞ ഒരാളെ മാറ്റി നിർത്തരുത്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും, നമ്മൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് പുതിയ ഒരുപാട് ദൗത്യം പ്രൊജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രൊജക്റ്റ് റിപ്പോർട്ട് വളരെ കൃത്യമായി നമ്മുടെ പ്രിയങ്കരനായ നസീബ് കെ എം അവർ എൻ്റെ സംസാരത്തിന് തൊട്ട് മുമ്പ് വളരെ വിശദമായി ഇവിടെ പറയുകയാണ്. നമ്മുടെ ക്രസൻറ്റ് ക്യാമ്പസിന് ഇനി എന്താണ് വേണ്ടത് എന്നാണ് അദ്ദേഹം ഇവിടെ കൃത്യമായി അവതരിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് ഇനി കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സംശയമാണ്. കഴിഞ്ഞ 18 വർഷമായി, 18 വർഷം മുമ്പ് ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് ഭിന്നശേഷി കുട്ടികളെന്ന പേര് പോലും വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അന്ന് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള
നമ്മുടെ പൊന്നോമന മക്കളെ വിളിച്ചിരുന്നത് പലപ്പോഴും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ തിരിച്ചറിവുകളാണ് പിന്നീട് ഡിസേബിൾഡ് പേഴ്സൺസ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ച്ഡ്, ഭിന്നശേഷി കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ പദപ്രയോഗത്തിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ സമൂഹത്തിൻ്റെ പ്രധാന ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ ആ തരത്തിലേക്ക് മാറി ചിന്തിച്ചതും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം വന്നതും. ഈ സ്കൂൾ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ വഞ്ചാങ്കലിൽ ഒരു ചെറിയൊരു ഷെഡിലായിരുന്നു. ഞാൻ അവിടെ മുതലാണ് ഇതുമായിട്ട് പരിചയപ്പെട്ടത്. കുറേ കാലം അവിടെ കഴിഞ്ഞു. കുറച്ച് തുച്ഛമായ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൗകര്യമായ കെട്ടിടങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലൊരു സ്ഥലം കണ്ടെത്തുകയും അവിടെ ഒരു ചെറിയ ബിൽഡിങ് അതിൻ്റെ തുടക്കം മുതലേ അൽഹംദുലില്ലാ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ചെറിയ കെട്ടിടമായിരുന്നെങ്കിലും ഇത് പടിപടിയായി വളർന്ന് 1 നില 2 നില പിന്നെ നീളത്തിലും വീതിയിലും പൊക്കത്തിലും ഒക്കെ ഒരുപാട് വലിപ്പം ഉണ്ടായി. ഒരു പള്ളി ഉണ്ടായി. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും മന്ത്രിമാർ, MLA മാർ, MP മാർ, തങ്ങന്മാർ എന്ന് വേണ്ട ജനപ്രതിനിധി വലിയ ആളുകളൊക്കെ വന്ന എല്ലാ പരിപാടികളിലും ഞാനിവിടെ സംബന്ധിച്ചിട്ടുണ്ട്.